നല്ല രസമാണ് ഗൈസ് ഇതിനൊക്കെ വരാൻ, അടിപൊളിയാണ്. കാടൊക്കെ വിട്ടിരുന്നു ഇവിടെ. അപ്പോൾ എന്താ വെച്ചാൽ ഇതിന് നടക്കാൻ നല്ല സുഖമാണ്. ഇവിടുന്നൊക്കെ കേട്ടോ, ഇവിടെയൊക്കെ അത്യാവശ്യം കൊണ്ടുണ്ട്. ഇതാ താഴെയാണ് കിട്ടത്. ഇതാ ധ്യാനൊക്കെ ആയ സ്ലിപ്പായ ഭും നിലത്തെത്തും. ഇതുണ്ടോ, ഇവിടുന്ന് നോക്കി കാണും. ഓ ധ്യാനം വഴിയുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മുമ്പ് ചെറുപ്പത്തിൽ എത്ര മീനുകളെ പിടിക്കാൻ വന്നിരുന്നു അറിയാം. എന്താ ഈ പാടത്ത് കൂടെയൊക്കെ ഇവിടെ ഒരു തറവാട് വീടുണ്ട് കേട്ടോ. ഗ്യാപ്പ് കൂടെ കാണാണ്ട നിങ്ങൾക്ക്. ഇതുണ്ട്, കാണണ്ടോ? ഇതാണ്ടോ, എന്താ വെയിൽ കെട്ടുമ്പോൾ നല്ല സൗന്ദര്യമൊക്കെ. എന്താ ചെയ്യുക, സുന്ദരനായി ഞാൻ. ഞാനിപ്പോൾ കാണിച്ച പാടമല്ലേ, പാടത്തിൻ്റെ എന്താ ഇവിടെ നിന്നിട്ട്, ഓ ഇതെന്തത്, ഇവിടെ നിന്നിട്ട് പട്ടം പറത്തും. ഇവിടെ ഒരു പാലമരമൊക്കെ ഉണ്ടോ. അപ്പുറത്തൊക്കെ കുളങ്ങളൊക്കെ ഉണ്ട്. 2-3 കുളങ്ങളുണ്ട് ആ പരിസരത്ത്. ഒന്ന് ഇവിടെ ഒന്ന് മുകളിൽ ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ മീൻ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ പട്ടം പറത്തണതിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ പട്ടം പറത്തും. അതായത് ഇപ്പോഴല്ല കേട്ടോ, ഒരു ഫെബ്രുവരി മാർച്ച് ടൈമിലൊക്കെ ആകുമ്പോൾ. എന്നിട്ട് അവിടെ മലയാണ് ആ സൈഡ്, മഞ്ഞുമുടിമാതിരി ഒരു സ്ഥലം കണ്ട് അവിടെ. എന്നിട്ട് പരമാവധി അങ്ങോട്ട് എത്തിക്കാൻ നോക്കും. നല്ല നൂലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തിലൊക്കെ നമ്മളുള്ള കാര്യമായിട്ട് പറയുന്നുണ്ട്, അങ്ങോട്ട് എത്തിക്കും മലയുടെ ഒത്ത മുകൾക്ക്. അങ്ങനെ കുറേ നേരം വൈകുന്നേരത്തുള്ള പരിപാടി അതായിരുന്നു പട്ടം പറത്തൽ. പട്ടം എന്നിട്ട് തിരിച്ച് ഇതുവരെ നൂല് ചുറ്റി കയറ്റി കൊണ്ടുവരണ്ടേ, അത് ഭയങ്കര പാടാണ്. അപ്പോൾ എന്നിട്ട് പട്ടം പൊട്ടിച്ചു വിടും. പട്ടം കുറേ ഒരു ഹൈറ്റിലെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പേപ്പറിൻ്റെ നടുവിലൊരു ഓട്ട ഇട്ടിട്ട്, അതായത് റൗണ്ടിൽ പേപ്പറാക്കും. എന്നിട്ട് അതിൻ്റെ നടുവിലൊരു ഓട്ട ഇട്ടിട്ട് ആ നൂലിൻ്റെ അധികം കയറ്റി വിടും. അപ്പം എന്നിട്ട് കത്തയക്കുക എന്നുള്ള ലെവലിൽ, എന്നിട്ട് അതങ്ങനെ പോവും ആ തലവരെ. അപ്പോൾ അത് തലവരെ പോകണതൊന്നും കാണില്ല, കുറച്ചൊരു പൊട്ട് പോലെ ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ പമ്പരം കളിക്കലുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നിരപ്പായിരുന്നു കേട്ടോ, ഈ കുറ്റിക്കാടൊന്നും ഇല്ലാത്ത സമയത്ത്. പമ്പരം കളിക്കൽ എന്തൊക്കെയായിരുന്നു ചെറുപ്പത്തിൽ അംഗങ്ങൾ. ആ ഒരു ടൈമിക്കൊക്കെ നമ്മൾ പലരും ചെറുപ്പകാലത്തേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാകും എന്നൊക്കെ പറയില്ലേ. എനിക്കങ്ങനെ ആഗ്രഹമില്ല കേസ്. കാരണം നമ്മുടെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരിതമായിരുന്നു. അച്ഛൻ കള്ളുകുടിച്ചിട്ടും വീടില്ലാത്ത അവസ്ഥ, അമ്മയുടെ വീട്ടിൽ താമസം, ഇവരുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ നമ്മളതിൽ തീർക്കും. എപ്പോഴും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും. ഇമോഷണലി അവൈലബിൾ അല്ലാത്ത മദർ, ഫാദർ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, നിലപാടുകളില്ലാത്ത ആൾക്കാർ, കാശില്ലാത്ത അവസ്ഥ, ഭക്ഷണം കഴിക്കാൻ പോലും സ്വൈര്യമില്ലാത്ത അവസ്ഥ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ചെറുപ്പകാലത്തുള്ള പെട്ടെന്ന് ഓർക്കുന്ന കുറച്ച് കാര്യങ്ങൾ. പക്ഷെ നമ്മൾ നന്നായിട്ട് പഠിച്ചായിരുന്നു കേട്ടോ, നന്നായിട്ട് പഠിച്ചായിരുന്നു. ഈ പഴയ പുസ്തകങ്ങൾ, അതിലെ പേജുകളൊക്കെ ഇല്ലേ, അത് കൂട്ടുകാരുടെയൊക്കെ ഉണ്ടെങ്കിൽ അതിന്നൊക്കെ തുന്നിക്കെട്ടി 2 പേജ് 3 പേജ് 10 പേജ് അങ്ങനെയൊക്കെ തുന്നിക്കെട്ടിയിട്ടാണ് നമ്മുടെ നോട്ട് ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ 5 രൂപയുടെ കവറിലൊക്കെ ആയിരുന്നു ഈ സാധനങ്ങളൊക്കെ ഇട്ട് സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നല്ല പഠിപ്പിച്ചായിരുന്നു, നന്നായിട്ട് പഠിച്ചായിരുന്നു. അതുപോലെ കലോത്സവങ്ങളിൽ കുറേ പരിപാടികളിൽ പങ്കെടുത്തായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേസ്. ഇപ്പോൾ കുട്ടിക്കാലം ഓർക്കുമ്പോൾ ഇങ്ങനെ ഒരു നൊസ്റ്റാൾജി, ഗ്രാമത്തിൻ്റെ ഒരു വൈബ് സാധനമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫിലിം മേക്കർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ചേർത്തിട്ടും ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരു ഓർമ്മകളാണ് എൻ്റെ മൈൻഡിലുള്ളത്. പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്കന്ന് വീഡിയോ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ അതിൽ വീഡിയോ ചെയ്ത് കുറേ എഡിറ്റ് ചെയ്ത് പണിയെടുത്ത് അങ്ങനെയുള്ള സാധനങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളുള്ള കാര്യമുള്ള പോലെ കാണിക്കുന്ന സാധനങ്ങളില്ലേ, ഒതൻറ്റിക്കായ സാധനം. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് സാധനങ്ങൾ ഫിലിം മേക്കിംഗ് ഉണ്ടാക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോഴും അങ്ങനെയാണ്. അല്ലാണ്ട് ഭയങ്കരമായിട്ടും ഹിറ്റാവുന്ന സാധനം അതല്ല ഉദ്ദേശിച്ചത്. കുറച്ചും കൂടി ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള സംഗതികൾ. എനിക്ക് നമ്മുടെ എന്ന് സ്വന്തം ജാനകിക്കുട്ടിയൊക്കെയല്ലേ, എനിക്ക് അങ്ങനെയുള്ള ടൈപ്പ് സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രം ഇഷ്ടമെന്നല്ല കേട്ടോ, പല ടൈപ്പ് സിനിമകൾ ഇഷ്ടമാണ്. പക്ഷേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ള സിനിമ ചെയ്യണമെന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഗൈസ്. നമ്മുടെ നാട്ടിലെ പ്രേതകഥകൾ, ഒടിയൻ കഥകൾ, കരിങ്കുട്ടി, പൊട്രായി, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് എന്ത് ചന്തല്ലേ കാണാൻ നോക്ക്, എന്ത് ചന്ത കാണാൻ നോക്ക് നിങ്ങൾ. നല്ല രസമല്ലേ.
ഞാൻ ഗ്രൗണ്ടിൽ ഓടിക്കഴിഞ്ഞിട്ട് വരികയാണ്. വയറ് ചെറുതായിട്ട് ചാട്ടുന്നുണ്ട്. അപ്പോൾ ഒന്ന് സിക്സ് പാക്ക് ആയില്ലെങ്കിലും ഒന്ന് നിരപ്പാക്കാമെന്ന് വിചാരിച്ചു. ഇത് ചന്തല്ലേ കാണാൻ. അപ്പോൾ ഞാൻ വീട്ടിൽ പോട്ടെ ഗൈസ്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പിറന്നാളാണ് ഗൈസ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ പിറന്നാളാണ്.